ഈ ബിനീഷ് കൊടിയേരിയെ കേസിലാണല്ലോ. ആ കേസിൽ അകപ്പെടുത്തിയതിന് മമ്മൂട്ടിയും മോഹൻലാലിന് സ്ഥാനമുണ്ടത്രേ. ട്രോളാണ് കേട്ടോ, അവിടുന്ന് കണ്ടതാണത്. മമ്മൂട്ടിയും മോഹൻലാലിനും ശരി മലയാളികളാണല്ലോ, പക്ഷേ വിരാട് കോഹ്ലിക്ക് സ്ഥാനം അതിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ? ബിനീഷ് കൊടിയേരി മലയാള സിനിമയിൽ നിന്ന് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സ്ഥാനം തെറിക്കുമെന്ന് അവർക്ക് തോന്നിയെന്നാണ് പറയണത്. അഭിനയ പ്രതിഭ, അഭിനയ സിംഹം, അഭിനയ രാക്ഷസനൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് പോലുള്ള ആൾക്കാർ കൂട്ടുചേർന്നിട്ട്, അല്ലെങ്കിൽ അമ്മ എന്ന് വേണമെങ്കിൽ കൂട്ടുചേർന്നിട്ട് പാര വെച്ചതാണ് അത്രേ ഈ ബിനീഷിനെ. അതങ്ങനെ ഒരു ട്രോള് ഒരു കമൻറ്റിൽ കണ്ടതാണത്. കണ്ടപ്പോൾ രസം തോന്നി, അതുകൊണ്ട് നിങ്ങളായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ പിന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം, ഈ ബിനീഷിന്റെ ക്രിക്കറ്റ് കളി കണ്ടിട്ട് പേടിച്ചു എന്നാ പറയുന്നത്. എന്താ ബൗളിങ്, 250 മൈൽ സ്പീഡിലുള്ള ബൗൾ ചെയ്യണമെന്നാ പറയുന്നത്. എന്താ ബാറ്റിങ്, മാക്സിമം സിക്സറല്ലേ അടിക്കുക. ഇങ്ങനെ അതിനപ്പുറമാണ്, സിക്സറിനപ്പുറം ആണ് ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞത്. അതുപോലെയാണ് അസാമാന്യമായിട്ടുള്ള ഈ സെഞ്ചുറിയൊക്കെ നിമിഷങ്ങളെ കൊണ്ടെടുക്കും, മറ്റേ മിനിറ്റുകളെ കൊണ്ടെടുക്കുന്ന പറയുന്നത്. അപ്പം അത് കണ്ടപ്പോൾ വിരാട് കോഹ്ലിക്കും ബോംബെക്കാർക്കും അസൂയ. ഇത്രയും വലിയൊരു ക്രിക്കറ്റർ ഇന്ത്യയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ടെണ്ടുൽക്കറുടെ പേര് പോകും, ഗവാസ്കറുടെ പേര് പോകും, വടേക്കറുടെ പേര് പോകും, ധോണിയുടെ പേര് പോകും, വിരാട് കോഹ്ലിയുടെ പേര് പോകും. അപ്പോൾ അവരൊക്കെയും കൂടി പാര വെച്ചിട്ടാണ് അത്ര കേസുണ്ടാക്കിയത്. അത് വേറൊരാളുടെ ട്രോളിങ്. രസം തോന്നി വാസ്തവത്തിൽ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നു? അർഹതയില്ലാത്ത ആദരവ് പിടിച്ചു പറ്റരുത്. അർഹതയില്ലാത്ത ആദരവ് അത് പിടിച്ചു പറ്റരുത്. അത് അവസാനം വീണു പോകും, അപമാനമായിട്ട് മാറും. അത് അപമാനമായിട്ട് മാറും. പ്രാഞ്ചിയേട്ടൻ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ കസേര മാറ്റം കണ്ടിട്ടില്ലേ? മുമ്പിലെന്നെ അത് കയറിയിരുന്നു. ആ ഇന്നസെന്റ് നായർ മുമ്പിലെന്നെ കൊണ്ട് കയറ്റിയിരുത്തി. ആരോ പത്മശ്രീ വന്നപ്പോൾ 2ാം സ്ഥാനത്തേക്കായി. അവിടെ കയറിയിരിക്കാൻ വരൾ വന്നപ്പോൾ 3ാം സ്ഥാനത്തേക്കായി. അവസാനം കസേര ഇല്ലാണ്ടായി. ആയതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ടത് പിന്നിലെ കസേരയിലിരിക്കണം. നമുക്ക് സ്ഥാനം, നമുക്ക് അർഹതയുണ്ടെങ്കിൽ ആൾക്കാർ എന്താ പുറകിലിരിക്കുന്നത്, മുന്നിലിരിക്കൂ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്താൻ ശ്രമിക്കണം. ഓടിപ്പെട്ട് മുൻസീറ്റിലല്ല ഇരിക്കേണ്ടത്. പിൻസീറ്റിൽ ഇരുന്ന പിന്നെ പിന്നോട്ട് പോകേണ്ടി വരില്ലല്ലോ, നാണം കെടേണ്ടി വരില്ലല്ലോ. ചിലപ്പോൾ നടനാണെന്നാണ് പറയുന്നത്. ഏത് സിനിമയിൽ തന്നെ ആയത്? ദിലീപിൻ്റെ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ഇളകി, അമ്മ സിനിമാ രംഗം ഇളകി, അദ്ദേഹത്തിൻ്റെ അനുഭാവികൾ ഇളകി, ഫാൻസ് അസോസിയേഷൻ ഇളകി, വലിയൊരു സംഭവമായി. പല വിധത്തിൽ ഇളകി. കേരളം ഇളകി, ഇളക്കം നിന്നിട്ടില്ല എപ്പോഴും. പക്ഷേ ഇയാളെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയ സമയത്ത് എത്ര സിനിമ മുടങ്ങിപ്പോയി ഇപ്പോൾ ഇവിടെ. എത്ര സിനിമ നീട്ടിവെച്ചു ഇവിടെ. സിനിമാ രംഗം അടിമുടി വിറച്ചു എന്ന് കരുതുന്നുണ്ടോ? കണ്ടറിഞ്ഞ ഭാവം തന്നെയില്ല. ഒരു പ്രസ്താവന പോലുമില്ല. അതിൻ്റെ പേരിൽ ഒരു മീറ്റിങ്ങും അവിടെ നടന്നിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് മീറ്റിംഗ് നടത്തിയിട്ട് ബിനീഷ് കൊടിയേരി എന്ന് പറഞ്ഞ അമ്മയിൽ മെമ്പർഷിപ്പുള്ള നടനെ ഞങ്ങൾ പുറത്താക്കിയെന്നൊരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ, അങ്ങനെ നോട്ടീസ് വിട്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് ബോധ്യം, ഇയാളിങ്ങനെ ഒരു നടനായിരുന്നു, ഇയാൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ബോധ്യം ഉണ്ടായാലേ.
അതെങ്കിലും ഒരു അന്തസ്സിൻ്റെ ചിഹ്നമായിട്ട് കൊണ്ടു നടക്കായിരുന്നു. മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും കൂടി മീറ്റിംഗ് ചേർന്നിട്ട് ദുഃഖത്തോടു കൂടി ഞങ്ങളുടെ അമ്മയുടെ അഭിമന്യ മെമ്പറായിട്ടുള്ള ബിനീഷ് കൊടിയേരിയെ പുറത്താക്കിയിരുന്നതിന് നോട്ടീസ് ഇറക്കിയിരുന്നെങ്കിൽ, ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നെങ്കിൽ അതെങ്കിലും ഒരു അന്തസ്സായില്ലേ. അപ്പം അതുമില്ല. വാസ്തവത്തിൽ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ ആ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്നൊക്കെ പണ്ട് എവിടെയും കേട്ടിട്ടുണ്ട്. അത് തീർത്തുകൊള്ളും. ബീഹാറിലെ പോലീസാണെങ്കിൽ തീർത്തുകൊള്ളും. ബീഹാറിലെ പോലീസിന് ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ കൈക്കൂലി 25,000 എന്നല്ല 25 രൂപയുള്ളൂ. 25 കൊടുത്താൽ മതി. കൊലപാതക കേസ് പോലും അവർ മാറ്റി എഴുതിക്കോളും. പണ്ടൊക്കെയും അവിടെ ഞാനൊക്കെയുള്ള സമയത്ത് അവിടെ മുറുക്കാനാണ്. അവിടെ മുറുക്കാൻ കൊടുക്കലാണ് കൈക്കൂലി. പാവങ്ങളായിട്ട് ഷർട്ടും തേക്കില്ല, ട്രൗസറും തേക്കില്ല, അത് കിടക്കണം കാണാം. ഷർട്ടും തേക്കിയായിട്ട് പണ്ടത്തെ കൂറുമ്പൻ തൊപ്പിയിട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞൊരു വളവള പോലീസ് അവിടേക്ക് നടക്കും. ഇത്രകാലം അവിടേക്ക് നടക്കും. എവിടെയും നടക്കാനില്ല. എവിടെയും കെട്ടുകെട്ട് കൊടുത്താൽ നടക്കും. പക്ഷേ അതൊക്കെ മേലെ അങ്ങനെ പല വകുപ്പുകൾ ഇവിടെയുണ്ട്. ഇടി വകുപ്പ്, അങ്ങനെ ഒരു പുതിയ വകുപ്പ് കണ്ടിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പം അവിടെ കുട്ടിച്ചാക്കും വലിയ ചാക്കും അവിടെ കൊണ്ടുകൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അവിടെ നാണം കെട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നാണക്കേട് മാറ്റാൻ വേണ്ടി കുട്ടിച്ചാക്കും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ ഇടി അത് വേറെ കിട്ടും. അതാണ് ഇടി. അത് വേറെ കിട്ടും. ഇടി കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല, ആ തെറ്റ് ഏത് രീതിയിൽ എവിടെ എങ്ങനെ വെച്ച് ചെയ്താൽ അത് കണ്ടെത്തും. അവർ കൊണ്ടെത്തിക്കേണ്ടടുത്ത് എത്തിക്കും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സൂത്രമണി കളികൾ അത് നടത്താൻ കഴിയൂല അതിനകത്ത്. ഇവിടെ നമ്മൾ കണ്ടതാണല്ലോ, അവർ വന്ന സമയത്ത് അവർ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള സംഘടനയല്ലേ, ശക്തിയുള്ള ഡയറക്ടറേറ്റ് അല്ലേ, ബാലാവകാശ കമ്മീഷൻ ഡയറക്ടറേറ്റ് വന്നിട്ട് എന്തുണ്ടായി, അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്ന് വന്നു ഇങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയണം എന്ന് പറയുമ്പോൾ അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്, കഷ്ടം എന്നുള്ള രീതിയിൽ. ഈ വന്ന സാധനങ്ങൾ എന്തറിയുന്നു വിഭോ എന്ന് പറയുന്ന പോലെ, ഹനുമാന്റെ വാല് പൊക്കാൻ നോക്കിയ ഭീമന്റെ പോലെ ഹനുമാൻ ചിരിക്കുകയാണ്. പോലീസ് വരുമ്പോൾ തടഞ്ഞു നിർത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ കാർ അവരുടെ മേലെ കൂടെ കയറ്റാഞ്ഞത് ഭാഗ്യം. ബിലിവേഴ്സ് ചർച്ചിൻ്റെ അവിടെ അവരെ പോക്ക് കണ്ട സമയത്ത് ഞെട്ടിപ്പോയി. നമ്മളൊക്കെ ഇത് സിനിമയിലെ കണ്ടിട്ടുള്ളൂ, അതും കേരള സിനിമയിൽ കണ്ടിട്ടില്ല, ഹിന്ദി സിനിമയിൽ ഇംഗ്ലീഷ് സിനിമയിലെ കണ്ടിട്ടുള്ളൂ. 100 ഇന്നോവ കാറാണ് വന്നത്. അപ്പം അങ്ങനെയുള്ള ചില വേദികളുടെ വകുപ്പുകൾ വിട്ടിട്ടുണ്ട്. അതിൽ പെട്ടുപോയി തല പോയത് തന്നെ കേസ്. കാരണം അവർ ആരിനും കൊണ്ട് പരാതി കൊടുത്തിട്ട് അന്വേഷണം തുടങ്ങിയല്ല ചെയ്യുന്നത്. അവർ അന്വേഷണം കഴിഞ്ഞിട്ടാണ് ആളെ പിടിക്കുന്നത്. അവർ ചുറ്റും കെട്ടിയിട്ടതിന് ശേഷമാണ് ഈ സിംഹങ്ങളെ ഇര പിടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അവരെന്ന് വെച്ചാൽ കാടിൻ്റെ പല ഭാഗത്തിലും അവർ നിൽക്കും. ഇങ്ങനെ സിംഹങ്ങൾ നിൽക്കും. പെൺസിംഹങ്ങളാണ് കൂടുതൽ നിൽക്കും. എന്നിട്ട് 1-2 സിംഹം വന്ന് ഇര ആക്രമിക്കുക. ഇര എന്ത് ചെയ്യും? ഇര ഓടും. എവിടേക്കാണ് ഓടുന്നത്? മറ്റേ സിംഹത്തിൻ്റെ വായിലേക്ക്. അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പിടിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒന്നും നടക്കില്ല. നാണക്കേട് തീർക്കാൻ പണം കൊണ്ട് കഴിയില്ല അവിടെ. ഇതിലെ ബിനീഷ് കൊടിയേരിയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലുമ്മ കമ്പ് വെച്ച് കെട്ടിയിട്ട് ഉയരമളക്കരുത്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ അവരുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ, കാൽമലിൻ്റെ കമ്പ് വെച്ച് കെട്ടിയിട്ട് അതുകൊണ്ട് അവർ നടക്കുക. അപ്പോൾ അവർക്ക് മറ്റേ 15 അടി 20 അടി ഉയരം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പട്ടാളത്തിൽ എടുക്കൂ. കാലുമ്മ കമ്പ് വെച്ച് കെട്ടിയിട്ടാണ്. കാലുമ്മ കമ്പ് വെച്ച് കെട്ടി പൊക്കം കൂട്ടാൻ ശ്രമിക്കരുത്. ആ കമ്പൊടിയും ഒപ്പം കാലൊടിയും. ഇതാണ് ഇവിടെ കണ്ടത് വാസ്തവത്തിൽ. നമസ്കാരം.